കപ്പിൾസിനിടയിലെ റിലേഷൻ സ്പോയിൽ ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ് അവർക്ക് അവരുടെ പാർട്ട്ണറിനെ കുറിച്ചുള്ള ചില അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ പങ്കാളി ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യണം. അതുപോലെ നമ്മളുടെ റിലേഷനിടയിൽ തികച്ചും സന്തോഷം മാത്രമേ പാടുള്ളൂ. ഒരു കോൺഫ്ലിക്റ്റ് ഫ്രീ റിലേഷൻ ആയിരിക്കണം. നമ്മുടെ പേരൻസ് നമുക്ക് തന്ന അതേ കംഫോർട്ട് സോൺ, അതേ സാഹചര്യങ്ങൾ, അതേ സ്നേഹം നമുക്ക് പങ്കാളിയിൽ നിന്നും കിട്ടണം. നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെ പങ്കാളിയോടൊത്തുള്ള ജീവിതം പോകണം. നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും നീഡ്സും ഒക്കെ നമ്മൾ പറയാതെ തന്നെ, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താതെ തന്നെ നമ്മുടെ പങ്കാളി മനസ്സിലാക്കണം. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ വരുന്ന രണ്ടു പേരാണ് ഒരു ജീവിതം ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജീവിതത്തിനെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസും ലൈഫിനെ കുറിച്ചുള്ള ഡ്രീംസും ഒക്കെ തികച്ചും നോർമലാണ്. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്ത പാർട്ട്ണർ ഒട്ടും നമുക്ക് സ്യൂട്ടല്ല എന്ന ഒരു ഫീല് എപ്പോഴും ആ റിലേഷൻ ഇടയ്ക്ക് കോൺഫ്ലിക്ട്സും ആർഗ്യുമെൻസിനും ഒക്കെ വഴി തെളിക്കും. അതുകൊണ്ട് നമ്മുടെ എക്സ്പെക്റ്റേഷനെ കുറിച്ച് പങ്കാളിയുമായി ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് വളരെ നല്ലതാണ്. കുടുംബ ബന്ധങ്ങളിലെ ആർഗ്യുമെൻസും കോൺഫ്ലിക്ട്സും ഒക്കെ ഒഴിവാക്കാൻ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് നോർമലാണോ അതോ അൺറിയലിസ്റ്റിക് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്.